പിണറായി വിജയന് വൻ തിരിച്ചടി. വോട്ടുകൾ എണ്ണിത്തീരുന്നില്ല. അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെ ബഹിരാകാശത്തേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. നമുക്കറിയാം, അപ്പം പിണറായി വിജയൻ 5ാം ഘട്ടത്തിലായിട്ട് പോലും പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് ചെയ്തിട്ടില്ല. വൻ ഒരു പരാജയത്തിലേക്കാണ് പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലത്തിലെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്നൊരു പോസ്റ്റാണ് ഇവിടെ രാഹുൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം വാർത്തയിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു വൻ തിരിച്ചടി തന്നെയാണ് ഈ ഇലക്ഷന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UDFൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം UDFൻ്റെ ഒരു വിജയം ഒരു 80% UDFൻ്റെ ഒരു വിജയം, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ UDFൻ്റെ വിജയം ഒരു 80% വരെ ഓക്കെയാണ്, പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചാണ്ടി ഹ്യൂമൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചാണ്ടി ഹ്യൂമൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് നമ്മൾ വിജയിച്ചു അപ്പാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ VD സതീശനും ടീംസും എല്ലാം കൂടെ കേക്ക് മുറിച്ചൊക്കെ വിജയം ആഘോഷിക്കുന്നുണ്ട്. UDFൻ്റെ ഒരു വൻപിച്ച വിജയം. VD സതീശൻ പറഞ്ഞ പോലെ ഒരു 100 സീറ്റാണ്, 100 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ 98 സീറ്റുകളാണ് UDFന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അപ്പം ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ 24-നകത്ത് വന്ന ആ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം. പിണറായി വിജയന് തിരിച്ചടി കിട്ടുന്ന സമയത്ത് 24 ന്യൂസിൽ ശ്രീകണ്ഠനും അതുപോലെ ശ്രീകണ്ഠൻ നായരും ആഷ്മി എല്ലാം കൂടെ ഒന്ന് ട്രോളുന്നുണ്ട്. ആ ഒരു വാർത്ത ഇവിടെ നിന്ന് വെച്ച് തരാം, ഒന്ന് കണ്ടു നോക്കേ. പിടിച്ചോ, ഞാൻ സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല. ധർമ്മടത്ത് UDF അയ്യോ, അൺഡിമാജിനബിൾ, അൺഅക്സെപ്റ്റബിൾ, ഒരു നിവൃത്തിയില്ല. हिंदी പറയൂ. ധർമ്മടത്തെ പിന്നിൽ മുഷ്കിൽ തോടാ രഹി. അയ്യോ, ഒരു നിവർത്തിയില്ല. വയ്യ ധർമ്മടത്തെ ബड़ी मुश्किल है, बड़ी मुस्कुराहट है, आगे प्रश्न दिमाग खराब है, इसका दिमाग खराब है. हिंदी नहीं मालूम. ओके, रेडी. വടകരയിൽ KK രമ, വടകരയുടെ വീരപുത്രി KK രമ 2249 വോട്ടുകൾ മുന്നിലാണ്. അതുപോലെ ദിവ്യ ബാലകൃഷ്ണൻ എവിടെയാണെന്നറിയോ? നമ്മുടെ ശശീന്ദ്രൻ ചേട്ടന്റെ പിന്നിൽ, AK ശശീന്ദ്രൻ പിന്നിലായ സ്ഥലത്ത്. അതായത് എവിടെയാണ് KK ശശീന്ദ്രന്റെ മണ്ഡലം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ പിന്നിൽ. 10 വർഷം കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോവിന്ദ മാസ്റ്റർ വേണ്ട. ധർമ്മടത്ത് പിണറായി കാശ്മീർ ഒന്നുകൂടെ വരച്ചു വിട്ടുള്ളൂ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റന്റെ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും പിന്നിൽ സ്വപ്നേബി കരുതുവോ? സ്വപ്നേബി റഷീദ് അങ്ങനെ ഒരു പരാജയത്തിലേക്ക് നീങ്ങിയാൽ അയ്യോ, സ്ട്രക്ചർ ഞാൻ റഷീദ് ചെറുവാലക്കാരൻ അതില്ല. എങ്കിലും മുന്നിൽ ലീഡ് അത് ചരിത്രത്തിലാദ്യമായിട്ടാവില്ലേ? ധർമ്മടത്തിലാവില്ലേ? അത് റഷീദ് പോലെ ചെറുവാലക്കാരൻ ലീഡ്. ബാക്ക് ഓൺ ട്രാക്ക്. എല്ലാ കോട്ടകളും ആടി ഉലയുന്നു എന്നുള്ളതാണ്. എല്ലാ ഇടതു കോട്ടകളും ആടി ഉലയാണ്. എവിടെ വെടിപൊട്ടിച്ചാലും ധർമ്മടത്ത് കയറി പൊട്ടിക്കരുത്. ഉടുമ്പുചോല സേനാപതി വേണു പടനയിക്കുന്നു. സേന ഇൻട്രോ പറഞ്ഞ ആൾക്കാരെ കൊളവാക്കുന്ന സന്ദീപ് വാര്യർ, 1821 വോട്ടുകൾക്ക് മുന്നിലാണ്. സന്ദീപ്. നാട്ടകം സുരേഷ് ലീഡ്. വാസവന്റെ നാട്ടകത്ത് സുരേഷ് ലീഡ്. നാട്ടകം ചവിട്ടി കയറുകയാണ്. നാട്ടകത്തിന് നാട്ടം ചവിടെ. ധർമ്മടത്തെ UDF ലീഡ് പറയട്ടെ, 733 വോട്ട്. അയ്യോ, അതായത് 733 വോട്ടിന് പിണറായി വിജയൻ ബഹുദൂരം മുന്നിൽ. ധർമ്മടത്ത് പിണറായി വിജയനേക്കാൾ തൊട്ടടുത്ത ഏത് സ്ഥാനാർത്ഥിക്ക് 733 വോട്ടുകൾക്ക് ധർമ്മടത്ത് ഓടി സാപ്പനിങ് ധർമ്മടം
കേരളത്തിന്റെ ക്യാപ്റ്റൻ, LDF ക്യാപ്റ്റൻ, 10 വർഷം മുഖ്യമന്ത്രി പിന്നിലായോ? ചെറുവാല്യക്കാരൻ റഷീദിനോട് മുഖസ്തുതി പറയില്ല. ദീപക് തർമ്മണത്തോട് പോലും എനിക്ക് ദേഷ്യം തോന്നുന്നു. ആ പേരുള്ള ദീപക് തർമ്മണത്തെ പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അബിൻ വർക്കി 3965 വോട്ടിന് മുന്നിൽ. നേമത്തുനിന്ന് റെഡി. രാജീവ് ചന്ദ്രശേഖർ NDA 1302 വോട്ടുകൾക്ക് മുന്നിലാണ്. ശിവൻകുട്ടി അണ്ണന് ത്രട്ട്, ശിവൻകുട്ടി അണ്ണന് ഭീഷണി. അതുപോലെ ധർമ്മട മണ്ഡലത്തിൽ VR അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് മുന്നിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. താങ്ങാൻ പറ്റുമോ? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? മുഖ്യമന്ത്രി പിണറായി, ഇതാണ് ഡെമോക്രസിയുടെ സൗന്ദര്യം. എന്താല്ലേ, അബ്ദുൾ റഷീദിന് 700 സംതിങ് വോട്ടിൻ്റെ ലീഡാണ് അവിടെ. പിണറായി വിജയൻ ഒരു വൻ തകർച്ച തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത്. മാത്രമല്ല അഞ്ചാം ഘട്ട വോട്ട് എണ്ണുന്ന സമയത്ത് പോലും പിണറായി വിജയൻ ഒരു പ്രാവശ്യം പോലും ലീഡ് ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ധർമ്മടത്തെ ആളുകൾ വരെ കാരണം പിണറായി വിജയൻ്റെ ഒരു ഭരണത്തിൽ എത്രത്തോളം തൃപ്തികരം അല്ല എന്ന് അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ സ്വന്തം തട്ടകത്തിൽ ജയിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ ജയിച്ചെന്ന് പറഞ്ഞിട്ടും കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ലീഡറിൻ്റെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം നാട്ടിൽ ആ വ്യക്തി ജയിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ ജയിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അല്ലേ. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് എന്തായാലും മറുനാടനിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. മറുനാടൻ സായൻ സക്രിയ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിശയകരമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ ഏതാണ്ട് 1000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണ് VP അബ്ദുൾ റഷീദ് എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുൻപിൽ എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. തൻ്റെ നാട്ടുകാർ പോലും തന്നെ വെറുത്തിട്ടും പിണറായി അത് തിരിച്ചറിഞ്ഞില്ല. എങ്കിൽ പോലും ഒരു ഘട്ടത്തിലെങ്കിലും പിണറായിയെ പിന്നിലാക്കാൻ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. സ്വന്തം നാട്ടുകാർ പോലും പിണറായിയെ വെറുത്തിരിക്കുന്നു എന്നത് പിണറായിയുടെ ചെവിയിൽ പോയി മന്ത്രിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. മറുനാടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പിണറായിസ്റ്റ് ഭീകരതയുടെ അന്ത്യം കുറിക്കുന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു കാരണവശാലും തുടർ ഭരണമില്ല എന്ന് വ്യക്തമാകുന്നു. ജനഹൃദയം അറിഞ്ഞു പറഞ്ഞ മറുനാടനെ കോൺഗ്രസിന്റെ ഏജന്റ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംഘപരിവാറുകാരും തിരുത്തണം. സത്യം പറയുമ്പോൾ അത് നമുക്ക് അനുകൂലമല്ലെങ്കിൽ എന്തെങ്കിലും പട്ടം ചാർത്തുന്ന കമ്മി ഭീകരത നിങ്ങളും ആവർത്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലായിടത്തും അതിശക്തമായ മുന്നേറ്റം. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എന്ന UDF സ്ഥാനാർത്ഥി വിജയം ഉറപ്പാക്കി ഏതാണ്ട് 3000-ഓളം വോട്ടുകൾക്ക് മുന്നേറുന്നു എന്നത് ചെറിയ കാര്യമാണോ? സന്ദീപ് വാര്യർ വിജയിച്ചേക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ കൂവിയാർത്തവർ എവിടെയാണ്? ഓക്കെ, ഭരണം മാറി വരട്ടെ. 10 കൊല്ലം LDF ഭരിച്ചില്ല, ഇനി അവർ അടുത്ത 5 കൊല്ലം UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞാൽ 5 കൊല്ലം അടുത്ത 5 കൊല്ലം LDF ഭരിക്കട്ടെ. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാകും. അല്ലാതെ ഒരു പാർട്ടി മാത്രം ഇങ്ങനെ ഭരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് കൊണ്ടിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മാറി വരട്ടെ. 5 കൊല്ലം ഇന്നാൾ ഭരിക്കട്ടെ, 5 കൊല്ലം മറ്റാൾ ഭരിക്കട്ടെ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടാവൂ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ നിൽക്കുന്ന അബ്ദുൾ റസാഖിൻ്റെ ഒരു മറുപടി വന്നിട്ടുണ്ട്. പുള്ളി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം 5 ഘട്ടത്തിലും പിണറായി വിജയൻ ഒരു തവണ പോലും ലീഡ് എടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോട് പിണറായി വിജയൻ തോൽക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന്. പിണറായി വിജയൻ്റെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം എത്ര മാത്രം അനിവാര്യമാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? അല്ല, അബ്ദുൾ റസാഖിൻ്റെ ഒരു പ്രതികരണം, അബ്ദുൾ റഷീദിൻ്റെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കേ. തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മടം പിടിക്കും, ധർമ്മടം ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്ന ഇവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകർക്കും 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇത് വിജയിച്ചതിന് തുല്യമാണ്. ഇനി ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളിടത്ത്,
പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വീട് കയറാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയെടുത്ത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പര്യടനം നടത്താൻ പറ്റിയെടുത്ത് മുഴുവൻ ഇതാ കേരളത്തിലെ ലോകത്തിൻ്റെ മുഴുവൻ മലയാളികളുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാണ്, UDF വേണ്ടി UDF പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയൻ്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, 3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും, പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്പിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്, നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ബൂത്തിൻ്റെ പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്താല്ലേ, സ്വന്തം വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും പുള്ളിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ UDFൻ്റെ ഈ ഒരു തിരിച്ചുവരവിനെ പറ്റിയിട്ടും കൂടെ നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.